എയിംസ് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ബയോളജി സെക്ഷനിലുള്ള ഇമ്പോർട്ടൻ്റ് MCQs ആണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് സ്ട്രക്ചർ ഓഫ് ദ ഓവ്യൂൾ റെപ്രസെൻറ്റ്സ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ? ഓപ്ഷൻ എ കലൈസ, ബി മൈക്രോപൈൽ, സി ഹൈലം, ഡി ന്യൂക്ലിയസ്. ഇപ്പോൾ ഏത് സ്ട്രക്ചറാണ് ഒവ്യൂളിൻ്റെയും ഫ്യൂണിക്കിളിൻ്റെയും ഇടയ്ക്കുള്ള ജംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദ ആൻസർ ഈസ് ഹൈലം. ഹൈലം stays in between ovule and funicle. Ovule എന്താണ്? Ovule is the future seed. Okay? Ovule is the future seed. എല്ലാവർക്കും അറിയായിരിക്കും. Funicle is the stalk attaching ovule. Micropyle, small opening present in the ovule. Chalaza, opposite end of the micropyle is known as chalaza. Nucleus is the nutritive tissue inside the ovule. Second question. A diploid egg formed in embryo sac developed directly from nucleus parthenogenetically grows into embryo. The apomixis is option A vegetative apomixis, B adventitive apomixis, C ഡിപ്ലോസ്പോറി, ഡി അപ്പോസ്പോറി. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഡിപ്ലോയിഡ് എഗ്ഗ് ന്യൂക്ലിയസിന് ഡയറക്റ്റ്ലി ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ സാക്കിൽ ഒരു ഡിപ്ലോയിഡ് എഗ്ഗ് ഉണ്ടായിട്ട് അത് പാർത്തോജനറ്റിക്കലി എംബ്രിയോ ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് അപ്പോസ്പോറിയാണ്. അപ്പോസ്പോറി എന്ന് പറഞ്ഞാൽ നോർമലി മിയോസിസ് സംഭവിക്കാതെ ഡയറക്റ്റ് ന്യൂക്ലിയസിൽ നിന്ന് എംബ്രിയോ സാക്ക് ഉണ്ടായിട്ട് അത് ഗ്രോ ചെയ്ത് എംബ്രിയോ ആവുന്ന പ്രോസസ്സിനാണ് അപ്പോസ്പോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് അപ്പോസ്പോറി. അപ്പോൾ ഇതിൽ ക്ലൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് റീഡ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എംബ്രിയോ സാക്ക് ഡെവലപ്ഡ് ഡയറക്ട്ലി ഫ്രം ന്യൂക്ലിയസ്. എംബ്രിയോ സാക്ക് ഡെവലപ്ഡ് ഡയറക്ട്ലി ഫ്രം ന്യൂക്ലിയസ് ആണെങ്കിൽ അത് അപ്പോസ്പോറി ആയിരിക്കും. ഓക്കെ. ദ സീക്വൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻ മൈറ്റോകോൺഡ്രിയൻ ഈസ്. ഇവിടെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മൈറ്റോകോൺഡ്രിയയിൽ ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് സീക്വൻസിലാണ് എന്നാണ് പറയുന്നത്. NAD. ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് NAD എന്നാണ്. എന്നിട്ട് അത് FADയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് സൈറ്റോക്രോം Bയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സൈറ്റോക്രോം C, പിന്നീട് സൈറ്റോക്രോം A3, ലാസ്റ്റ് O2 ഈ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു റൈം പോലെ ഇങ്ങനെ പഠിക്കാം. NAD FAD BC A3 O2, NAD FAD BC A3 O2 എന്നിങ്ങനെ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ്. തെർമോ റെഗുലേറ്ററി സെൻറ്റർ ഇൻ മാമൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പോൺസ് വെറോലൈ, ഫ്ലോക്കുലർ ലോബ്സ്, ഹൈപ്പോതലാമസ്, കോർപ്പസ് കലോസം. ഇതിലേതിലാണ് തെർമോ റെഗുലേഷൻ സെൻറ്റർ മാമൽസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിലാണ് തെർമോ റെഗുലേഷൻ നടക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫ്യൂസ്ഡ് ഹൈഡ്രോകാർബൺ റിങ്സ് ഡസ് ദ സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ്? സ്റ്റിറോയിഡ് ന്യൂക്ലിയസിൽ എത്ര ഫ്യൂസ്ഡ് ഹൈഡ്രോകാർബൺ റിങ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ 2. ഓപ്ഷൻസ് A 2, ഓപ്ഷൻസ് B 3, ഓപ്ഷൻ C 4, ഓപ്ഷൻ D 6. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 4 ആണ് ആൻസർ. അതായത് സ്റ്റിറോയിഡ് ന്യൂക്ലിയസിൽ 4 ഹൈഡ്രോകാർബൺ ഫ്യൂസ്ഡ് റിങ്സ് ആണുള്ളത്. അതിൽ 3 മെമ്പേർഡ്
3 മെമ്പേർഡ് ഹെക്സൈൻ റിങ്സും 1 മെമ്പേർഡ് പെൻറ്റൈൻ റിങ്ങും ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 3 + 1 4 ആണ്. 4 മെമ്പേർഡ് ഹൈഡ്രോ കാർബൺസ് റിങ്സ് ആണ്, അതായത് ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺസ് റിങ്സ് ആണുള്ളത്. ഓപ്ഷൻ സി ആൻസർ 4. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് marine pollution with oil discharged from damaged tankers has now been dealt with by spraying a suspension of bacterium which degrade hydrocarbons and disperse the oil. The bacterium is, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മറൈൻ ഓയിൽ ടാങ്കറിനൊക്കെ ഡാമേജ് വന്നിട്ട് മറൈൻ പൊല്യൂഷൻ ഉണ്ടാവുന്ന, അതായത് സീയിലൊക്കെ മറൈൻ പൊല്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒരു ബാക്ടീരിയത്തിൻ്റെ സസ്പെൻഷൻ്റെ ഒരു സ്പ്രേ ചെയ്തിട്ടാണ് അത് ഡീഗ്രേഡ് ചെയ്യുന്നത്. അപ്പം അത് ഏത് ബാക്ടീരിയയാണ് സ്പ്രേ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലാക്ടോബാസിലസ്, ബി സ്ട്രെപ്റ്റോകോക്കസ്, സി സാന്തോമോണസ്, ഡി സ്യൂഡോമോണസ്. ഇതിൻ്റെ ആൻസർ സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് ആണ് മറൈൻ ഓയിൽ പൊല്യൂഷൻ ഉണ്ടാകുമ്പം, അതായത് അതിൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഹാംലെസ് ആയിട്ടുള്ള വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആക്കിയിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ സ്യൂഡോമോണസ് സ്പ്രേ ആണ് മറൈൻ പൊല്യൂഷനിൽ യൂസ് ചെയ്യുന്നത്. സോ സ്യൂഡോമോണസ് സ്പ്രേനെ ഓയിൽ ഈറ്റിംഗ് ബാക്ടീരിയ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എ സോഫിസ്റ്റിക്കേറ്റഡ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ റെക്കോർഡിംഗ് മാഗ്നറ്റിക് റെസൊണൻസ് generated by hydrogen atoms in body tissues under external magnetic field is A. PET imaging technique, CT imaging technique, NMR imaging technique, plain X-ray imaging technique. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് റെസൊണൻസ് യൂസ് ചെയ്തിട്ട് ബോഡി ടിഷ്യൂസിൽ ചേഞ്ച് ഉണ്ടാക്കി അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ് എന്നാണ്, ആ ടെക്നിക്കിന് പറയുന്ന പേരെന്താണ്. അപ്പോൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറിനുള്ള ക്ലൂ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് റെസൊണൻസ് യൂസ് ചെയ്തിട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ NMR ഇമേജിംഗ് ടെക്നിക്കാണ്. NMR എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അപ്പോൾ ഇതിൻ്റെ NMRൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. NMRൻ്റെ എക്സ്പാൻഷൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. പക്ഷേ ഹോസ്പിറ്റൽസ് ഒന്നും NMR എന്നുള്ളൊരു ഇമേജിംഗ് ടെക്നിക്കിനൊന്നും ഉള്ള വേർഡ് ഒരിക്കലും യൂസ് ചെയ്യില്ല. നിങ്ങൾ കേട്ടത് MRI എന്നായിരിക്കും, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ടെക്നിക്ക്. അപ്പം ഇങ്ങനെയും കുറച്ച് ട്വിസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പം നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മറ്റേ ഓപ്ഷൻസിനൊക്കെയുള്ള ആൻസർ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ പെറ്റ് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. അതിൽ റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് യൂസ് ചെയ്തിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീനെ നോക്കുന്നതാണ് പെറ്റ് ഇമേജിംഗ്. മെറ്റബോളിക് ആക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് പെറ്റ് ഇമേജിംഗ്. CT ഇമേജിംഗ് എന്താ? CT ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് റൊട്ടേറ്റിംഗ് എക്സ്റേ യൂസ് ചെയ്തിട്ട് 3D ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് CD ഇമേജിംഗ്. ഇനി പ്ലെയിൻ എക്സ്റേ എല്ലാവർക്കും അറിയായിരിക്കും. ബേസിക് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് സ്ട്രോങ് ഡെൻസ് ആയിട്ടുള്ള ബോഡി പാർട്സ് നോക്കുക, അതായത് ബോൺസ് ഒക്കെ നോക്കുക ബേസിക് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട്. അതാണ് പ്ലെയിൻ എക്സ്റേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പിയും തന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷനാണ് എൻട്രോപ്പി എന്ന വേർഡുമായിട്ട് കറക്റ്റ് റിലേഷൻ ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പം. അപ്പോൾ ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ കമ്മ്യൂണിറ്റി അണ്ടർഗോയിങ് പ്രൈമറി സക്സഷൻ. ഓപ്ഷൻ ബി റിക്വയർസ് നോ എനർജി ഫോർ ഡൂയിങ് വർക്ക്. ഓപ്ഷൻ സി decreases in a community due to the action of decomposers. Option D requires an excess of energy to do work. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആർക്കെങ്കിലും അറിയാവോ? ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ
എൻട്രോപ്പി ഇൻക്രീസസ് ഇൻ എ കമ്മ്യൂണിറ്റി അണ്ടർഗോയിങ് പ്രൈമറി സക്സഷൻ. അപ്പം നിങ്ങൾക്ക് എൻട്രോപ്പി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിന് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻട്രോപ്പി എന്ന് പറയുമ്പം ഒരു ഈവൺ ആയിട്ട് വലിയ ഡിസോർഡർ ഒന്നും ഇല്ലാതെ ഉള്ള ഒരു സ്റ്റേജിനാണ് എൻട്രോപ്പി എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു എർത്തിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. എർത്ത് ഉണ്ടായ സമയത്ത് വലിയ കുറച്ച് റോക്സും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ പ്ലാന്റ്സും ലിവിങ് തിങ്സും ഒന്നും ഇല്ലാതെയായിരുന്നു. അപ്പം അത് ലോ എൻട്രോപ്പിയാണ്. അതായത് വലിയ ഇതൊന്നും ഇല്ലാതെ ഈവൺ ആയിട്ട് വലിയ ഡിസോർഡർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക. പിന്നെ എൻട്രോപ്പി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അതായത് പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ഒക്കെ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുക. പ്രൈമറി സക്സഷൻ നടക്കുമ്പോഴേക്കും എൻട്രോപ്പി ഹൈ ആവും. അതായത് ഡിസോർഡറൊക്കെ കൂടും. ജസ്റ്റ് നിങ്ങൾ എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ഡിസോർഡർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ എർത്തൊക്കെ എന്താവും, ഡിസോർഡറൊക്കെ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ എൻട്രോപ്പി പ്രൈമറി സക്സഷൻ്റെ സമയത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സെൻറ്റൻസാണ് കറക്റ്റ്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question 10. Among the following components of chloroplast membranes, which one is the strongest reducing agent? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിൻ്റെ കമ്പോണൻസിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി, റെഡ്യൂസ്ഡ് ഫെറഡോക്സിൻ. അതൊക്കെ ജസ്റ്റ് അങ്ങനെ തന്നെ പഠിക്കുക. അപ്പം ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിൻസിൻ്റെ കമ്പോണൻസിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റെഡ്യൂസ്ഡ് ഫെറഡോക്സിൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of rapid starch formation and decrease in sugar in developing seed is associated with a marked increase in option A, phosphorylase, option B, phosphatase, C, alpha amylase, D, hexokinase. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതായത് സീഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഫോർമേഷൻ ഡിക്രീസ് ചെയ്യാൻ, അതായത് സ്റ്റാർച്ച് ഫോർമേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ഷുഗർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന്. അതിൻ്റെ ആൻസർ വന്നിട്ട് ഫോസ്ഫോറൈലേസ്. ഫോസ്ഫോറൈലേസ് ആണ് സീഡ് ഫോർമേഷൻ്റെ സമയത്ത് അവിടെ സോളിബിളായിട്ടുള്ള ഷുഗറിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റാർച്ച് ആക്കിയിട്ട് അത് സ്റ്റോർ ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷുഗർ ഡിക്രീസ് ചെയ്തിട്ട് സ്റ്റാർച്ച് ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഫോസ്ഫോറൈലേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലോറിജൻ ഈസ് കൺസിഡേർഡ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻ എ ജിബർലിൻ ആൻഡ് ആന്തസിൻ, ഓപ്ഷൻ ബി ജിബർലിൻ ആൻഡ് സൈറ്റോകൈനിൻ, ഓപ്ഷൻ സി സൈറ്റോകൈനിൻ ആൻഡ് അബ്സിസിക് ആസിഡ്, ഓപ്ഷൻ ഡി സൈറ്റോകൈനിൻ ആൻഡ് ആന്തസിൻ. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഫ്ലോറിജൻ കൺസിഡേർഡ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് ജിബർലിൻ ആൻഡ് ആന്തസിൻ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് പ്ലാന്റിൽ ജിബർലിനും ആന്തസിനും ഈ രണ്ട് സബ്സ്റ്റൻസ് കറക്റ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലവറിങ് നടക്കുള്ളൂ. അപ്പോൾ ഫ്ലോറിജൻ ഈസ് കൺസിഡേർഡ് ടു ബി ദ കോമ്പിനേഷൻ ഓഫ് ജിബർലിൻ ആൻഡ് antacin. Next question. The testes of a man and ovaries of woman are option A, vestigial structures, option B, analogous structures, option C, homologous structures, D, non-functional structures. Testes of manum ovaries of womanum ഏത് സ്ട്രക്ചേഴ്സാണ്? ഹോമലോഗസ് സ്ട്രക്ചേഴ്സ് ആണ്. ഹോമലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്നാണ് എംബ്രിയോയുടെ ടൈമിൽ ഇതിൻ്റെ ഒറിജിൻ ഉണ്ടായിരിക്കുന്നത്. അതിനാണ് ഹോമലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുക. അപ്പോൾ ടെസ്റ്റിസ് ഓഫ് മാനും ഓവറീസ് ഓഫ് വുമൻ ആർ homologous structures. Next question. An aquatic ecosystem with maximum primary productivity is A,
ഓഷ്യൻ, ബി പോണ്ട്, സി എസ്റ്റുവറി, ഡി റിവർ. ഇതിലേതാണ് മാക്സിമം പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉള്ള അക്വാട്ടിക് എക്കോസിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഓഷ്യൻ അല്ല, പോണ്ട് അല്ല, റിവർ അല്ല. ഓപ്ഷൻ സി എസ്റ്റുവറി ആണ് കറക്റ്റ് ആൻസർ. എസ്റ്റുവറി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റിവറിലുള്ള ഫ്രഷ് വാട്ടറും ഓഷ്യനിലുള്ള സോൾട്ട് വാട്ടറും കൂടെ മിക്സ് ആവുന്ന ആ പാർട്ടിനാണ് പറയുന്നത്, ആ ട്രാൻസിഷൻ സോണിനാണ് പറയുന്നത് എസ്റ്റുവറി. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്ന ടൈമിൽ അവിടെ ഹൈ ന്യൂട്രിയൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്തിട്ട് അവിടുത്തെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉണ്ടാവും. അതുകൊണ്ട് എസ്റ്റുവറിയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ മാക്സിമം പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉള്ളത്. Okay, next question. What should be the blood types of parents if their children can have only A and B types of blood? അതായത് ചിൽഡ്രൻസിന് ഓൺലി എയും ബിയും ബ്ലഡ് ടൈപ്പ് മാത്രം വരുന്ന അവരുടെ പാരൻ്റ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആൻഡ് ബി, ഓപ്ഷൻ ബി എ ആൻഡ് ഒ, ഓപ്ഷൻ സി എ ബി ആൻഡ് ഒ, ഡി എ ബി ആൻഡ് എ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും അവരുടെ പാരൻ്റ്? കുട്ടി ഒന്നുകിൽ എ ആയിരിക്കും, ബി എ, അല്ലെങ്കിൽ മറ്റേ കുട്ടി ബി ആയിരിക്കും. അങ്ങനെ രണ്ട് കുട്ടികളുടെ എയും ബിയും, ഏത് കുട്ടികളാണെങ്കിലും എയും ബിയും മാത്രമേ വരുള്ളൂ. അപ്പോൾ പാരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കണം? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈസ് എ ബി ആൻഡ് ഒ. എ ബി ആൻഡ് ഒ എങ്ങനെയാണ് വരിക എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പാരൻറ്റ് എ ബി ആണ്, അതായത് ഇപ്പോൾ മദർ എ ബി ആണ്, ഫാദർ ഒ ആണെങ്കിൽ കുട്ടി വരുമ്പോഴേക്കും എ ഫ്രം എ ബി പാരൻറ്റ്, പിന്നെ അല്ലെങ്കിൽ ഒ ഫ്രം ഒ പാരൻറ്റ്. അപ്പോൾ എ ഒ എന്ന് വരും. എ ഒ എന്ന് വന്നാൽ ടൈപ്പ് എ ബ്ലഡാണ്, അത് എ ബ്ലഡ് ഗ്രൂപ്പാണ്. എ ഒ എന്ന് വരുമ്പോൾ ഒ എല്ലാത്തിനും റെസസീവ് ആയതുകൊണ്ട് എ ബ്ലഡ് ഗ്രൂപ്പാണ് എ ഒ വരുമ്പോൾ വരിക. ഇനിയിപ്പോൾ കുട്ടി എ ബി പാരൻ്റിൽ നിന്ന് ബി അലീലാണ് കുട്ടിക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ ബി ഫ്രം ബി പാരൻറ്റും ഒ ഫ്രം ഒ പാരൻറ്റും ആണെങ്കിൽ ബി ഒ എന്ന് വരും. ബി ഒ എന്ന് വന്നാൽ എന്താണ്? ടൈപ്പ് ബി ബ്ലഡ് ഗ്രൂപ്പാണ്. ഒ അലീൽ കംപ്ലീറ്റ്ലി റെസസീവ് ടു ബോത്ത് എ ആൻഡ് ബി ആണ്. അതുകൊണ്ട് എ ബി ബ്ലഡ് ഗ്രൂപ്പും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള പാരൻറ്റ് വന്നാൽ അവരുടെ കുട്ടികൾ 100% ഒന്നുകിൽ എ ബ്ലഡ് ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പായിരിക്കും. അല്ലാതെ വേറെ ബ്ലഡ് ഗ്രൂപ്പ് വരില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറ്റിക്കലി ഡ്വാർഫ് plant can be converted into a plant of normal height with the help of A. auxins, cytokinins, ethylene, gibberellins. ഇതിൻ്റെ ആൻസർ എന്താ? ജിബ്ബർലിൻസ്. ജിബ്ബർലിൻസ് ആണ് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൽ ഇൻ്റർനോഡ്സ് ഉണ്ടാവുമല്ലോ. ഈ ഇൻ്റർനോഡ്സിൽ സെൽ ഡിവിഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെൽ ഡിവിഷൻ കൂടുതലാക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെംസിന് നീളം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ജിബ്ബർലിൻസ് കാരണമാണ്. അപ്പോൾ ജിബ്ബർലിൻസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് എ മെച്യൂർ സ്പേം കണ്ടെയ്ൻസ് മൈറ്റോകോൺട്രിയ? മൈറ്റോകോൺട്രിയ മെച്യൂർ സ്പേമിൻ്റെ ഏത് പാർട്ടിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ടെയിൽ, ബി ഹെഡ്, സി മിഡ് പീസ്, ഡി അക്രോസോം. The answer is option C, mid-piece. മിഡ്-പീസിലാണ് മൈറ്റോകോൺട്രിയ, മെച്യൂർ സ്പേമിൻ്റെ മിഡ്-പീസിലാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The scrotum helps in spermatogenesis primarily by option A, supplying nutrients to testes. Option B, maintaining a lower temperature for testes. Option C, protecting testes from pathogens. Option D, secreting testosterone. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? സ്ക്രോട്ടം എങ്ങനെയാണ് സ്പെർമറ്റോജെനസിസിനെ പ്രൈമർലി ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മെയിൻറ്റെയിനിങ് എ ലോവർ ടെമ്പറേച്ചർ ഫോർ ടെസ്റ്റിസ്. നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടാണ് ടെസ്റ്റിസിൽ സ്ക്രോട്ടം ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടാണ് സ്പെർമറ്റോജെനസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കിങ്ഡം മൊണേര എ ടാക്സൺ ഹാവിംഗ് സൈറ്റോപ്ലാസം, DNA and RNA but no cell wall is ഓപ്ഷൻ എ വൈറസ്, ബി ബാക്ടീരിയം, സി മൈക്കോപ്ലാസ്മ, ഡി സൈനോബാക്ടീരിയം. ഇതിലേതാണ് ആൻസർ? അതായത് DNA-യും RNA-യും സൈറ്റോപ്ലാസം ഉണ്ട് ബട്ട് നോ സെൽ വോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രോകാരിയോട്ടിക് സെൽ ടൈപ്പാണ്. ഇതിൽ സെൽ വോൾ ഉണ്ടാവില്ല. അതിന് സൈറ്റോപ്ലാസം, DNA, RNA പ്രസൻ്റ് ആയിരിക്കും. അപ്പം ഇത് കിങ്ഡം മൊണേരയുടെ അണ്ടറിൽ വരുന്ന പ്രൊക്കാരിയോട്ടിക് സെല്ലാണെന്നുള്ള പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ മൈക്കോപ്ലാസ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റണ്ണിങ് വാട്ടർ കമ്മ്യൂണിറ്റീസ് ഓഫ് ക്ലീൻ ഹിൽ സ്ട്രീംസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രിഡോമിനൻസ് ഓഫ് ഓപ്ഷൻ എ എഫെമെറോപ്റ്റെറ, കോളിയോപ്റ്റെറ, ഡിപ്റ്റെറ, മെഗാലോപ്റ്റെറ. ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൽ ചോദിച്ചിരിക്കുന്ന ഹിൽ സ്ട്രീം എന്നൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഹിൽ സ്ട്രീം എന്നൊക്കെ വരുന്ന റണ്ണിങ് വാട്ടർ ഉണ്ടല്ലോ, ആ റണ്ണിങ് വാട്ടറിൽ പ്രിഡോമിനൻസ് ആയിട്ട് കാണുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ എഫെമെറോപ്റ്റെറ. എഫെമെറോപ്റ്റെറ എന്ന് പറഞ്ഞാൽ മെയ് ഫ്ലൈ എന്നാണ് പറയുക. മെയ് ഫ്ലൈ ഒരു തരം ഫ്ലൈ ആണിത്. ഇത് ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ, അതായത് ഈ ഹിൽ സ്ട്രീം എന്നൊക്കെ വരുന്ന വാട്ടർ അത്രയും നല്ല ക്ലീൻ ആയിട്ടും ഹൈ ഓക്സിഡേഷനൊക്കെ ഉള്ള വാട്ടർ ആയിരിക്കും. അതിലാണ് ഇതൊരു ബയോ ഇൻഡിക്കേറ്ററായിട്ട് ഈ ഒരു ഫ്ലൈ കാണപ്പെടുന്നത്. ഈ ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിമാണ് എഫെമെറോപ്റ്റെറ. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. DNA occurs in ഓപ്ഷൻ എ മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ്സ് ആൻഡ് ക്രോമസോംസ്, ഓപ്ഷൻ ബി ക്രോമസോംസ്, മൈറ്റോകോൺഡ്രിയ ആൻഡ് റൈബോസോംസ്, ഓപ്ഷൻ സി ക്രോമസോംസ്, മൈറ്റോകോൺഡ്രിയ ആൻഡ് സെൽ മെംബ്രെയിൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ? DNA എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? അപ്പോൾ DNA occurs in ഓപ്ഷൻ എ മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ്സ് ആൻഡ് ക്രോമസോംസ്. മൈറ്റോകോൺഡ്രിയയിലും പ്ലാസ്റ്റിഡ്സിലും ക്രോമസോംസിലുമാണ് DNA ഒക്കർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.